അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പിൻ്റെ മഹത്വങ്ങളെപ്പറ്റി, നോമ്പെടുത്താലുള്ള ഗുണങ്ങളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നത്. എന്നാൽ അത് മാത്രമല്ല നോമ്പുകാരന് കിട്ടുന്ന നേട്ടങ്ങൾ. നോമ്പുള്ളവൻ്റെ ഉറക്കം ഇബാദത്താണ്, മിണ്ടാതിരുന്നാൽ തന്നെ തസ്ബീഹാണ്. റമസാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ പിന്നെ മറ്റുള്ളതിൽ ഫറളിൻ്റെ ഫലമാ പൊന്നേ. നോമ്പുള്ള ആളുകൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അതൊരു ഇബാദത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മിണ്ടാതിരിക്കുക, എന്ത് ചോദിച്ചാലും മിണ്ടണ്ടെന്നല്ല, ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക. വെറുതെ സംസാരിച്ച സമയം കളയാതെ അങ്ങനെ മിണ്ടാതിരിക്കൽ തസ്ബീഹുമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പിന്നെ മറ്റൊരു പുണ്യം, ഒരു സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ഫർള് ചെയ്തവനെ പോലെയാണ്. അപ്പോൾ എത്ര സുന്നത്തുകൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ ഫർളൊന്ന് ചെയ്താൽ മറ്റു മാസമിൽ 70 ഫരീളത്തും അവൻ ചെയ്ത ഫലമാണുള്ളത്. ഒരു ഫർള് ചെയ്താലോ 70 ഫർള് ചെയ്തതിൻ്റെ പ്രതിഫലം. എന്തൊരു ഓഫറാണ് നമുക്ക് കിട്ടുന്നത്. നോമ്പുകാരനക്കാണ് കിട്ടുന്നത്, നോമ്പില്ലാത്ത ആളുകൾക്കല്ല പറയുന്നത്. നോമ്പുകാരന് കിട്ടുന്ന നേട്ടങ്ങളിൽ നോമ്പുകാരന് കിട്ടുന്ന മഹത്വങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചോളൂ, എന്തൊരു ഓഫറാണ് അള്ളാഹു താല നമുക്ക് നൽകുന്നത്. എന്നിട്ട് നമ്മൾ അള്ളാഹു താലാക്ക് വേണ്ട രൂപത്തിൽ എന്ത് ചെയ്യുന്നില്ല, ശുക്ർ ചെയ്യുന്നില്ല. അള്ളാഹു താല ശുക്ർ ചെയ്യുന്ന അടിമകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു ഫർള് ചെയ്ത 70 ഫർളിൻ്റെ കൂലി, ഒരു സുന്നത്ത് ചെയ്താൽ ഫർള് ചെയ്തതിൻ്റെ കൂലി. ഏറ്റുന്നതാണെന്നുണ്ട് റിസ്ഖാ മാസമിൽ, പൊറുക്കപ്പെടും നീ നോമ്പ് മുറിപ്പിക്കുന്നതിൽ. നോമ്പിൻ്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമപ്പോൾ പരിമണം വീശുന്ന്. നോമ്പ് മാസത്തിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം വിശാലമാണ്. എവിടുന്ന് ഏത് അള്ളാഹു താല ഉദ്ദേശിച്ച ഭാഗത്തു നിന്ന് ഭക്ഷണം കിട്ടും. അവനക്ക് എന്തുണ്ടാവില്ല, എവിടുന്നാ ഭക്ഷണം കിട്ടുക എന്നുള്ളതുണ്ടല്ലോ. പക്ഷെ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രൂപത്തിൽ അവൻ്റെ മുമ്പിലേക്ക് ഭക്ഷണം എത്തും, തീർച്ചയായും. അതുപോലെ തന്നെ അതിൻ്റെ മുമ്പും നിങ്ങളെ സൂചിപ്പിച്ചു, നോമ്പ് തുറപ്പിക്കുക, മറ്റുള്ള ആളുകളെ നോമ്പ് തുറപ്പിക്കുക. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അവൻ നോമ്പ് നോറ്റ അതേ രൂപത്തിൽ അവൻ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത അതേ കൂലി നോമ്പ് തുറപ്പിച്ച ആളുകൾക്കും കിട്ടും. എന്നാൽ അവൻ്റെ കൂലിയും കുറയില്ല, ഇവനക്ക് കിട്ടുന്നതൊന്നും കുറയില്ല. നോമ്പ് തുറപ്പിക്കുക, മറ്റുള്ള ആളുകളെ പിടിച്ച് നോമ്പ് തുറപ്പിക്കുക, അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. നോമ്പിൻ്റെ കൂട്ടര് നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമപ്പോൾ പരിമണം വീശുന്ന്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാലത്തിലൂതിയ ഖിയാമത്ത് നാളിൽ മനുഷ്യരെ മുഴുവനും, എല്ലാ മനുഷ്യരെയും പുനർജന്മം അല്ലാഹു തആല കൊടുക്കുമ്പോൾ നോമ്പുകാർ എണീറ്റ് നിൽക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ടൊരു വാസന അവിടെ ഉണ്ടാവും, പ്രത്യേകമായിട്ടൊരു സുഗന്ധം അവിടെ ഉണ്ടാവും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത കാര്യങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് വരാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കബൂൽ ചെയ്യട്ടെ. അത്തരക്കാരിൽ അല്ലാഹു സുബ്ഹാനഹു തആല പാപികളായ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.